നമസ്കാരം, ഞാൻ നിഷ. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂരിൽ ചരിത്ര മുഹൂർത്തം. ഞായറാഴ്ച ക്ഷേത്രനടയിൽ നടന്ന വിവാഹങ്ങൾ സർവകാല റെക്കോർഡായി. കുറ്റമറ്റ രീതിയിൽ പ്രൊഫഷണൽ മികവോടെ വിവാഹ സംഘങ്ങൾക്കും ഭക്തജനങ്ങൾക്കും സൗകര്യങ്ങളൊരുക്കി ദേവസ്വവും നഗരസഭയും പോലീസും ചേർന്ന് ഒത്തൊരുമയോടെ നടത്തിയ പ്രവർത്തനങ്ങൾ കയ്യടി നേടി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ 8 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേലൂർ ഗവൺമെന്റ് രാജസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. മുണ്ടൂരിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. കേച്ചേരി മണലി രായമരക്കാർ വീട്ടിൽ ഷമീറിന്റെ മകൻ 20 വയസ്സുള്ള മുഹമ്മദ് അഫ്താബാണ് മരിച്ചത്. പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ ഹോട്ടലിന് തീപിടിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. KMM ഹോസ്പിറ്റലിൽ സമീപം പ്രവർത്തിക്കുന്ന മിലോട്ട കഫേയിലാണ് ഞായറാഴ്ച പുലർച്ചെ 2:30 തീപിടുത്തമുണ്ടായത്. പുന്നൂർകുളം കുമാരൻപടി 600 കൊല്ലവളപ്പിൽ കുടുംബക്കാവിൽ തീപിടുത്തം. ക്ഷേത്രത്തിലെ നിരവധി സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ദേവാലയങ്ങളിൽ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ഭക്തി നിർഭരം. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിലെ 8 നോമ്പ് പെരുന്നാൾ ഭക്തിസാന്ദ്രം. ആത്മീയ ദീപ്തിയുടെ 8 നോമ്പ് റാസയിൽ ആയിരങ്ങൾ പങ്കെടുത്ത് ധന്യരായി. ആചാരപ്പെരുമയിൽ ആർത്താറ്റുപള്ളി പെരുന്നാളാഘോഷം വർണ്ണാഭം. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂരിൽ ചരിത്ര മുഹൂർത്തം. ക്ഷേത്ര സന്നിധിയിൽ സർവകാല റെക്കോർഡായി 334 വിവാഹങ്ങൾ നടന്നു. 2017 ഓഗസ്റ്റ് 26-ന് 277 വിവാഹങ്ങൾ നടന്നതാണ് റെക്കോർഡ്. 11:30 റെക്കോർഡ് മറികടന്നു. ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതുവരെ 333 വിവാഹങ്ങളാണ് നടന്നത്. നട തുറന്ന ശേഷം ഒരു വിവാഹം കൂടി നടന്നു. ക്ഷേത്രനടയിൽ യാതൊരുവിധ തിരക്കും അനുഭവപ്പെടാത്ത രീതിയിലാണ് വിവാഹങ്ങൾ നടന്നത്. ടോക്കൺ നൽകിയ വിവാഹ സംഘങ്ങൾക്ക് വിശ്രമിക്കാൻ പട്ടരകുളത്തിനു സമീപം താൽക്കാലിക പന്തൽ ഒരുക്കിയിരുന്നു. താലികെട്ടിന് ഊഴമായവർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം വഴി മണ്ഡപങ്ങൾക്ക് അടുത്തെത്തി. താലികെട്ട് കഴിഞ്ഞവർ ദീപസ്തംഭത്തിന് മുന്നിലൂടെ തെക്കേ നടവഴി പുറത്തിറങ്ങി. തിരക്ക് കണക്കിലെടുത്ത് കർശന നിയന്ത്രണങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് ഒരുക്കിയിരുന്നത്. സാധാരണ രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്ന താലികെട്ട് ഞായറാഴ്ച 4 മണിക്ക് ആരംഭിച്ചു. സാധാരണ 4 മണ്ഡപങ്ങളിലായി നടത്താറുള്ള താലികെട്ട് 6 മണ്ഡപങ്ങളിലായാണ് നടത്തിയത്. ക്ഷേത്രനഗരിയിൽ കനത്ത ഗതാഗത ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും വൺവേ ആയിരുന്നു. 100ഓളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചത്. കൂടാതെ NCC സ്കൗട്ട് ആൻഡ് ഗൈഡ് വളണ്ടിയർമാരുടെ സേവനവും ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നതായിരുന്നു ഗുരുവായൂരിലെ വിവാഹ തിരക്ക് നിയന്ത്രണം. ദേവസ്വവും നഗരസഭയും പോലീസും ഒന്നിച്ചതോടെ 1000 വിവാഹം വേണമെങ്കിലും നടത്താം എന്നതായിരുന്നു സ്ഥിതി. സാധാരണ ദിവസങ്ങളിൽ വിവാഹങ്ങളുടെ എണ്ണം 100 എത്തുമ്പോഴേക്കും ക്ഷേത്രനഗരി ഉച്ചവരെ ഗതാഗതക്കുരുക്കിൽ അമരുമായിരുന്നു. പാർക്കിംഗ് ഗ്രൗണ്ടുകൾ നിറയുന്നതോടെ വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിടും. ഇതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും. ക്ഷേത്രനടയിൽ തൊട്ടുരുമിയല്ലാതെ നടക്കാൻ കഴിയില്ല. എന്നാൽ ഇതെല്ലാം പഴങ്കഥയാക്കിയാണ് ഇന്ന് 334 വിവാഹങ്ങൾ നടന്നത്. ക്ഷേത്രനഗരിയിൽ യാതൊരു ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടില്ല. ഓരോ വിവാഹ സംഘങ്ങളും താലികെട്ട് കഴിഞ്ഞ് മടങ്ങിയാൽ റോഡുകൾ ഒഴിഞ്ഞുകിടക്കുമായിരുന്നു. വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കൂടുതൽ സ്ഥലം അനുവദിച്ചു. ചെറുവാഹനം പോലും റോഡരികിൽ നിർത്തിയിട്ടില്ല. ക്ഷേത്രനടയിൽ ശാസ്ത്രീയമായ ക്രമീകരണം ഏർപ്പെടുത്തിയതോടെ താലികെട്ട് കഴിഞ്ഞവർ സന്തോഷത്തോടെയാണ് മടങ്ങിയത്. ദർശനത്തിനും ആർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. സാധാരണ മണിക്കൂറുകൾ വരി നിൽക്കേണ്ടി വരുന്നവർ ഇന്ന് മിനിറ്റുകൾക്കുള്ളിൽ ദർശനം പൂർത്തിയാക്കി മടങ്ങി. ദർശനത്തിന് വരി നിൽക്കുന്ന ഭക്തരെ കൊടിമരം വഴി നേരെ നാലമ്പലത്തിലേക്ക് കടത്തിവിട്ടു. ക്ഷേത്രത്തിന് പുറത്ത് കിഴക്കേ നടയിൽ വിവാഹ മണ്ഡപങ്ങൾക്ക് സമീപം അടച്ചിട്ടു. ദീപസ്തംഭത്തിന് മുന്നിൽ നിന്ന് തൊഴാനുള്ളവരെ പ്രധാന വരിപ്പന്തലിലൂടെ കയറ്റിവിട്ടു. അവധി ദിവസമായിരുന്നിട്ടും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ പുലർച്ചെ 3:30 തന്നെ ക്ഷേത്രനടയിലെത്തി കാര്യങ്ങൾ നിയന്ത്രിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, ACP TP സിനോജ് എന്നിവരും തിരക്ക് നിയന്ത്രിക്കാനുണ്ടായിരുന്നു. താലികെട്ട് കഴിഞ്ഞവർക്ക് വിവാഹ രജിസ്ട്രേഷനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. 150 വിവാഹങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പോലും ഇല്ലാതെയാണ് വിവാഹ മാമാങ്കം പര്യവസാനിച്ചത്. രാവിലെ 11:30 ആകുമ്പോഴേക്കും വിവാഹത്തിരക്ക് അവസാനിച്ചിരുന്നു. കൃത്യമായ മുന്നൊരുക്കങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനവും ഗുരുഭവനപുരിക്ക് ചരിത്ര മുഹൂർത്തം തന്നെയാണ് സമ്മാനിച്ചത്.
തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ഈ റെക്കോർഡ് മുഹൂർത്തം. CCTV ന്യൂസ്, ഗുരുവായൂർ. മറ്റു വാർത്തയിലേക്ക്. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ 8 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേലൂർ ഗവൺമെന്റ് രാജസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പഠന നിലവാരവും കലാകായിക സർഗശേഷികളും വളർത്തിയെടുത്ത സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതോടൊപ്പം ജനകീയ ഇടപെടലുകളോടെയും ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയും പൊതുവിദ്യാലയങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ച ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി മാറാനുള്ള പ്രയത്നത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ വരും തലമുറയെ നയിക്കുക എന്ന പ്രാഥമിക ചുമതലയാണ് പൊതുവിദ്യാലയങ്ങൾ ഏറ്റെടുക്കേണ്ടത്. AC മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. MP കെ രാധാകൃഷ്ണൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ മുഖ്യാതിഥികളായി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, മെമ്പർമാരായ ജലീൽ ആദൂർ, AV വല്ലഭൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, മെമ്പർ സ്വപ്ന റഷീദ്, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി, വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വാർഡ് മെമ്പർ CD സൈമൺ, സംഘാടക സമിതി ചെയർമാൻ Dr. VK വിജയൻ, പ്രിൻസിപ്പാൾ Dr. രമി, ഹെഡ്മാസ്റ്റർ രത്നകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ അരങ്ങേറി. CCTV ന്യൂസ്, വേലൂർ. മുണ്ടൂരിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇടിച്ച് ബൈക്ക് യാത്രികനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. കേച്ചേരി മണലി രായമരക്കാർ വീട്ടിൽ ഷമീറിന്റെ മകൻ മുഹമ്മദ് അഫ്താബാണ് മരിച്ചത്. 20 വയസ്സാണ്. 20ാം ജന്മദിനത്തിൽ തന്നെയാണ് സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിന്റെ രക്തസാക്ഷിയായി മരണം വരിച്ചത്. രാവിലെ കുടുംബാംഗങ്ങളുടെ ആശംസകൾ ഏറ്റുവാങ്ങി മടങ്ങിയ മകന്റെ വിയോഗവാർത്തയാണ് വൈകിട്ട് കുടുംബത്തെ തേടിയെത്തിയത്. ചിറ്റിലപ്പിള്ളി IES എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയാണ്. മുണ്ടൂർ പെട്രോൾ പമ്പിന് സമീപം ശനിയാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു അപകടം. കോളേജിന് സമീപത്തെ ടർഫിൽ കളിച്ച ശേഷം കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ച് കൂട്ടുകാരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ഒരേ ദിശയിൽ കൂടി പോകുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ബസ്സും ബൈക്കും. കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഫാത്തിമ മാതാവും ഹയാൻ സഹോദരനുമാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പട്ടിക്കര പറപ്പൂർ തടത്തിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കം നടത്തി. CCTV ന്യൂസ്, കേച്ചേരി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വ്യാപാരി മരിച്ചു. മരത്തങ്കോട് ഗാന്ധിനഗർ കിടങ്ങൂർ ചിറ്റിലപ്പിള്ളി വീട്ടിൽ 68 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് എരുമപ്പെട്ടി കരിയന്നൂർ പാടശേഖരത്തിന് സമീപം റോഡിൽ സ്കൂട്ടറിൽ നിന്ന് വീണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന തരത്തിൽ ബാബുവിനെ കണ്ടത്. എരുമപ്പെട്ടി കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന ഇയാൾ കടയടച്ച് രാത്രി 12 മണിക്ക് ശേഷമാണ് എന്നും വീട്ടിലേക്ക് പോകാറുള്ളത്. മൂക്കിൽ നിന്നും രക്തം വരുന്ന നിലയിലായിരുന്നു ബാബു റോഡരികിൽ കിടന്നിരുന്നത്. രക്തസമ്മർദ്ദം കൂടി വീണതാണോ എന്നും മറ്റേതെങ്കിലും വാഹനം ഇടിച്ചിട്ട് പോയതാണോ എന്നും വ്യക്തമല്ല. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു. അൽഫോൺസ ഭാര്യയും ആൽബർട്ട്, മരിയ എന്നിവർ മക്കളുമാണ്. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് നടക്കും. തൃശൂർ ജില്ലയിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ 2 ലക്ഷം നേട്ടം കൈവരിച്ച തൃശൂർ കേരള വിഷന് KCCLന്റെ ആദരം. കഴിഞ്ഞ ദിവസം ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന COA സംരംഭക കൺവെൻഷനിലാണ് ബ്രോഡ്ബാൻഡ് ബിസിനസ്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച തൃശൂർ കേരള വിഷനെ ആദരിച്ചത്. KCCL MD PP സുരേഷ് കുമാർ, ചെയർമാൻ K ഗോവിന്ദൻ എന്നിവർ ചേർന്ന് തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, MD ജയപ്രകാശ്, ഡയറക്ടർമാരായ മോഹനകൃഷ്ണൻ, P ഗോപകുമാർ, KC ജോൺസൺ, RH ഹാരിസ്, ഓം പ്രകാശ്, V സിജോ എന്നിവർക്ക് ഉപഹാരം കൈമാറി. ജില്ലയിൽ 22 സബ് ഡിസ്ട്രിബ്യൂഷൻ പോയിന്റുകളിൽ 5 ലക്ഷത്തോളം ഡിജിറ്റൽ ഉപഭോക്താക്കളാണ് തൃശൂർ കേരള വിഷനുള്ളത്. ജില്ലയിലെ മുഴുവൻ സബ് ഡിസ്ട്രിബ്യൂട്ടർ സംവിധാനത്തിലേക്ക് MPLS എന്ന നൂതന സാങ്കേതിക നെറ്റ്വർക്ക് സംവിധാനം ഒരുക്കിയും ജനകീയ പ്ലാനുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയുമാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് ചെയർമാൻ PM നാസർ പറഞ്ഞു. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനി ഇന്ത്യയിലെ കുത്തക മുതലാളിത്ത കമ്പനികളുമായി മത്സരിച്ചുകൊണ്ട് 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കണക്ഷൻ നൽകിയ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകിയ ജില്ല എന്നുള്ള ഖ്യാതി നേടിയിരിക്കുകയാണ്.
ഈ കണക്ടിവിറ്റി നേടുന്നതിന് വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെയും കൂടെ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി KCCL നടപ്പിലാക്കിയ നവകേരള പ്ലാൻ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. സബ് ഡിസ്ട്രിബ്യൂട്ടർമാരുടെയും ഓപ്പറേറ്റർമാരുടെയും കൂട്ടായ പ്രവർത്തനമാണ് നേട്ടത്തിന് പിന്നിലെന്ന് MD ജയപ്രകാശ് പറഞ്ഞു. ഈ ഒരു വിജയം 2 ലക്ഷം കണക്ടിവിറ്റി എന്നുള്ള ഈ വിജയം നമ്മോടൊപ്പം കൂട്ടായി ഒരുമിച്ച് നിന്ന തൃശ്ശൂർ കേരള വിഷന്റെ കീഴിലുള്ള 22 സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും നമ്മൾ ഈ നമുക്ക് കിട്ടിയ അംഗീകാരം സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഏവരുടെയും കൂട്ടായ ഒരു സഹകരണം തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യമത്തിൽ നമ്മൾ നേടിയെടുത്ത വിജയത്തിലുണ്ട്. നമ്മുടെ ഇനിയുള്ള ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയെ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്യാനും നമ്മൾ ഉദ്ദേശിച്ച ആ ടാർഗറ്റിലേക്ക് എത്തിക്കുവാനും നമുക്ക് സാധിക്കും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം കേരള വിഷന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഓണത്തോടനുബന്ധിച്ച് 2.5 ലക്ഷം കണക്ഷൻ കൈവരിക്കുവാനാണ് തൃശൂർ കേരള വിഷന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് CCTV. അഞ്ഞൂർ പാർക്കാടി അമ്പലത്തിന് സമീപം നായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. അഞ്ഞൂർ സ്വദേശി 55 വയസ്സുള്ള ഷാജനാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും അഞ്ഞൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിന് മുന്നിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് ബൈക്ക് പെട്ടെന്ന് വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് പരിക്കേറ്റ ബൈക്ക് യാത്രികനെ കുന്നംകുളം താലൂക്ക് ആശുപത്രി ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ബൈക്കിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ഭക്തി നിർഭരമായി. പെരുന്നാൾ ദിനമായ ഞായറാഴ്ച സെമിത്തേരി ചാപ്പലിൽ രാവിലെ 6:15 പ്രഭാത നമസ്കാരം, 7 വിശുദ്ധ കുർബാന എന്നിവ നടന്നു. കത്തീഡ്രലിൽ 8 പ്രഭാത നമസ്കാരം, 8:45 ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയും നടന്നു. തുടർന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് അവാർഡും നിറപുഞ്ചിരി ചികിത്സാ സഹായ വിതരണവും നടന്നു. ഉച്ചയ്ക്ക് ശേഷം മേഖലയിലെ വിവിധ പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിച്ചു. പെരുന്നാളിൽ 9 ഗജവീരന്മാർ അണിനിരന്നു. വൈകിട്ട് 4 മണിയോടെ പെരുന്നാൾ ആഘോഷങ്ങളും വാദ്യമേളങ്ങളും പള്ളിയിൽ എത്തിച്ചേർന്നു. 4:30 കൊടിയും സ്ലീബായുമേന്തിയുള്ള പ്രദക്ഷിണവും നടന്നു. പതിവ് പോലെ തന്നെ പരമ്പരാഗതമായി വരുന്ന തോട്ടപ്പുറത്ത് കുടുംബക്കാർ ചെണ്ടമേളത്തിന്റെയും നാടൻ കലാരൂപങ്ങളുടെയും കോമരത്തിന്റെയും അകമ്പടിയോടെ പള്ളി വികാരിയിൽ നിന്നും പാരിതോഷികമായി മടങ്ങി. തുടർന്ന് പള്ളിയിൽ പൊതുസദ്യയുമുണ്ടായി. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രമീകരണങ്ങൾക്ക് വികാരി ഫാദർ VM ശമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, കൈസ്ഥാനി PV ഷാജു, ഭാരവാഹികളായ ജിയോ M ജോർജ്, ജെഹിൻ P ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കുന്നംകുളം. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിലെ 8 നോമ്പ് പെരുന്നാൾ ഭക്തിസാന്ദ്രമായി. സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് 8 ദിവസങ്ങളിലായി നടന്നുവന്ന വ്രതശുദ്ധിയുടെ 8 നോമ്പ് പെരുന്നാൾ ഞായറാഴ്ച സമാപിച്ചു. രാവിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം ഫാദർ ബേസിൽ പോൾ റമ്പാൻ കുർബാന അർപ്പിച്ചു. മധ്യസ്ഥ പ്രാർത്ഥന, പെരുന്നാൾ സന്ദേശം എന്നിവ നൽകി. വെള്ളിക്കുരിശുകൾ, മുത്തുക്കുടകളേന്തി പെരുന്നാൾ പ്രദക്ഷിണം ആരംഭിച്ച് എൽദോമോർ ബസേലിയോസ് ചാപ്പൽ ചുറ്റി പള്ളിയിലെത്തി. ചാപ്പലിൽ വികാരി ധൂപാർപ്പണം നടത്തി. ആശീർവാദവും നേർച്ച സദ്യയും വാഴ്വും ഉണ്ടായി. യൂത്ത് അസോസിയേഷൻ ഒരുക്കിയ സമ്മാന പദ്ധതി നറുക്കെടുപ്പ് ബേസിൽ പോൾ റമ്പാൻ നിർവഹിച്ചു. പെരുന്നാൾ അത്താഴസദ്യ, നേർച്ച സദ്യ, കുർബാന, ഏറ്റുകഴിച്ചവർ എന്നിവർക്കായി പ്രാർത്ഥന നടത്തി. പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം സുനോറോ പേടകത്തിൽ നിന്നെടുത്ത വിശ്വാസികൾ വണങ്ങി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. നാനാജാതി മതസ്ഥർ പങ്കെടുത്ത നേർച്ച സദ്യയോടെ 8 നോമ്പ് പെരുന്നാൾ സമാപിച്ചു. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ പെരുന്നാൾ കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്.
ചാലിശ്ശേരിയിൽ ആത്മീയ ദീപ്തിയുടെ 8 നോമ്പ് റാസയിൽ ആയിരങ്ങൾ പങ്കെടുത്ത് ധന്യരായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ച് ശനിയാഴ്ച രാത്രി നടന്ന വടക്കൻ കേരളത്തിലെ പ്രസിദ്ധമായ വിശ്വാസത്തിന്റെ 8 നോമ്പ് മഹാറാസയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കോഴിക്കോട് ഭദ്രാസനാധിപൻ പൗലോസ് മോർ ഐറേനിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി വൈദികർ സഹകാർമ്മികരായി. തുടർന്ന് മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ 8 നോമ്പ് റാസ ആരംഭിച്ചു. പൊൻ വെള്ളിക്കുരിശുകൾ, മുത്തുക്കുടകൾ, മഞ്ഞവർണ്ണക്കുടകൾ, കൊടികൾ എന്നിവയും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, മാലാഖമാരും മാതാവിനോടുള്ള പ്രാർത്ഥനകൾ ഉരുവിട്ടും കത്തിച്ച മെഴുകുതിരികളുമായി വിശ്വാസികൾ റാസയിൽ പങ്കെടുത്തു. അംശവസ്ത്രം അണിഞ്ഞ വൈദികർ റാസ കടന്നുപോകുന്ന വീഥികളിലെ വിശ്വാസികൾക്ക് സ്ലീബ ഉയർത്തി ആശീർവാദം നടത്തി. റാസ കടന്നുപോകുന്ന വഴികളിലെ കുരിശുതൊട്ടികളിൽ ധൂപപ്രാർത്ഥനയും നടത്തി. നാനാജാതി മതസ്ഥരും പെരുന്നാൾ ആഘോഷ കമ്മിറ്റികൾ വീടുകളിലും മറ്റ് ചിരാതുകൾ കത്തിച്ച് റാസയെ സ്വീകരിച്ചു. അലങ്കരിച്ച രഥം റാസയ്ക്ക് അഴകായി. പള്ളിയിലെത്തിയപ്പോൾ മെത്രാപ്പൊലീത്ത ആശീർവാദവും പെരുന്നാൾ സന്ദേശവും നൽകി. ഇടവക ദിനത്തിൽ ആദ്യ ലേലം, കൂടുതൽ തുകയ്ക്ക് ലേലം വിളിച്ച അംഗം, അവസാന ലേലം എന്നിവർക്ക് മെത്രാപ്പൊലീത്ത ഉപഹാരം നൽകി. തുടർന്ന് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന വിശുദ്ധ ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ പള്ളിമണികൾ അടിച്ച് മാതാവിനോടുള്ള അപേക്ഷകൾ ചൊല്ലി പ്രാർത്ഥനാമുഖരിതമായ മുഹൂർത്തത്തിൽ പേടകത്തിൽ നിന്ന് സുനോറോ പുറത്തെടുത്തു. സുനോറോ വണക്കത്തിന് ഭക്തജനങ്ങളുടെ തിരക്കായിരുന്നു. തുടർന്ന് പായസത്തോടു കൂടിയ വിഭവസമൃദ്ധമായ അത്താഴ സദ്യയും ഉണ്ടായി. ശനിയാഴ്ച രാവിലെ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, ധ്യാനയോഗം എന്നിവയുണ്ടായി. റാസയ്ക്ക് വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ പെരുന്നാൾ കമ്മിറ്റി, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, പെരുമ്പിലാവ്. സംസ്ഥാന പാതയിൽ കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം വട്ടത്താണി സ്റ്റോപ്പിൽ ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് സിഗ്നൽ ബോർഡിലേക്ക് ഇടിച്ചുകയറി അപകടം. മലപ്പുറം സ്വദേശികളായ 5 അംഗ കുടുംബമാണ് കാറിലുണ്ടായിരുന്നത്. ഞായറാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. മൂഞ്ഞാർ ബാബുവിന്റെ പോരാട്ടം പാഴായില്ല. അപകട ഭീഷണിയായ മരക്കൊമ്പുകൾ 54-ാം ദിനം മുറിച്ചുമാറ്റി. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് മുന്നിലെ ബസ് സ്റ്റോപ്പിന് സമീപം ചില്ലകൾ റോഡിലേക്ക് തൂങ്ങിയ നിലയിൽ കടപുഴകി വീഴാറായി നിന്നിരുന്ന കാലപ്പഴക്കം ചെന്ന പൂമരം അധികൃതർ ഞായറാഴ്ച ഉച്ചയോടെ മുറിച്ചുമാറ്റി. മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസി കൂടിയായ മൂഞ്ഞാർ ബാബു ഒറ്റയാൾ സമരത്തിലായിരുന്നു. 54 ദിവസത്തെ ഒറ്റയാൾ സമരത്തിനൊടുവിൽ KSTP അധികൃതർ യാത്രക്കാർക്ക് ഭീഷണിയായ ഉണങ്ങിയ മരം മുറിച്ചുമാറ്റാനും ബസ് സ്റ്റോപ്പിന് സമീപത്ത് നിൽക്കുന്ന മറ്റൊരു മരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റുന്നതിനുമായി പഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഞായറാഴ്ച രാവിലെയോടെ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള മരമുറി സംഘം മരങ്ങൾ മുറിച്ച് നീക്കം ചെയ്തു. സമരനായകൻ മൂഞ്ഞാർ ബാബുവും ഓട്ടോ തൊഴിലാളികളും ചേർന്നാണ് മരം മുറിച്ചു മാറ്റുന്നതിനിടയിലുള്ള ഗതാഗതം നിയന്ത്രിച്ചിരുന്നത്. ഇതോടെ നിരവധി വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്നയിടത്തെ ദുരന്തം ഒഴിവാക്കുക എന്ന ആവശ്യവുമായി നടത്തിയ 67-കാരന്റെ ഒറ്റയാൾ സമരം അവസാനിപ്പിച്ചതായും ബാബു വ്യക്തമാക്കി. കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലും നിരവധി വിദ്യാർത്ഥികളും മറ്റ് യാത്രക്കാരും ബസ് കാത്തുനിൽക്കുന്നത് ഈ മരത്തിന് സമീപത്തായിരുന്നു. ദുരന്തങ്ങൾക്ക് കാത്തുനിൽക്കാതെ എത്രയും പെട്ടെന്ന് അധികാരികൾ മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ബാബു മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഗൃഹനാഥയെ ഭീഷണിപ്പെടുത്തി ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിച്ച ശേഷം 6.5 പവന്റെ സ്വർണവുമായി യുവാവ് മുങ്ങിയതായി പരാതി. ആലപ്പുഴ സ്വദേശിയായ വിഷ്ണുവിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കേസെടുത്തു. ഗുരുവായൂർ സ്വദേശിനിയാണ് പീഡനത്തിനിരയായത്. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. രണ്ടുപേരും മമ്മിയൂരിലുള്ള ഹോട്ടലിലാണ് മുറിയെടുത്തിരുന്നത്. മാലയും വളയും നഷ്ടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്ത്രീ പോലീസിൽ അറിയിക്കുകയായിരുന്നു. അപ്പോഴേക്കും യുവാവ് സ്ഥലം വിട്ടിരുന്നു. ഗുരുവായൂർ ACP TS സിനോജ്, CI G അജയ്കുമാർ എന്നിവർ ഹോട്ടലിലെത്തി അന്വേഷണം നടത്തി. പുന്നൂർക്കുളം കുമാരൻപടി 600 കൊല്ലവളപ്പിൽ കുടുംബക്കാവിൽ തീപിടുത്തം. ക്ഷേത്രത്തിലെ നിരവധി സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. കുടുംബക്കാവിൽ സ്ഥിരമായി പരിപാലനം നടത്തുകയും വിളക്ക് വയ്ക്കുകയും ചെയ്തിരുന്ന ആൾ ശനിയാഴ്ച 6 മണിയോടുകൂടി പ്രതിഷ്ഠാസ്ഥാനങ്ങളിൽ വിളക്ക് കത്തിച്ചിരുന്നു. ഇതിൽ ഹനുമാൻ സ്വാമി പ്രതിഷ്ഠാസ്ഥാനത്ത് കത്തിച്ച വിളക്കിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നാണ് കരുതുന്നത്. 2 സെന്റ് സ്ഥലത്ത് നാഗപ്രതിഷ്ഠ അടക്കമുള്ള കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇരുമ്പ് പൈപ്പിടൽ ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയാണ് മേൽക്കൂര ഉണ്ടാക്കിയിട്ടുള്ളത്.
ദൂരസ്ഥലങ്ങളിലടക്കം കുടുംബം പല വഴിക്കാണുള്ളത്. കാവിലെ കുറച്ചു മീറ്റർ അകലെ റോഡിന്റെ പടിഞ്ഞാറു ഭാഗത്താണ് കാർമിയും കാവംഗങ്ങളും താമസിക്കുന്നത്. രാത്രിയിൽ കാവിന് സമീപത്ത് താമസിക്കുന്ന വീട്ടുകാരാണ് തീ പടരുന്നത് കുടുംബാംഗങ്ങളെ വിളിച്ച് അറിയിച്ചത്. സ്ഥലത്തെത്തിയ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്. ഹനുമാൻ സ്വാമി പ്രതിഷ്ഠയ്ക്ക് സമീപം സൂക്ഷിച്ചിരുന്ന 12ഓളം ഓടുവിളക്ക്, 2 അരമണി, വാള്, ഉരുളി, പറ, സ്റ്റീൽ പാത്രങ്ങൾ, കിണ്ണങ്ങൾ, ഭണ്ഡാരപ്പെട്ടി തുടങ്ങിയവയും കത്തി നശിച്ചിട്ടുണ്ട്. നിർധനരായ കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ നടത്തിക്കൊണ്ടുപോകുന്ന കാവിലെ പെട്ടെന്നുണ്ടായ ദുരന്തം വേദനയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കർമ്മി സുരേഷ്, പരിപാലകൻ ഭാസ്കരൻ, കുടുംബബന്ധു രമണൻ എന്നിവർ പറഞ്ഞു. ഇന്നലെ രാത്രി 6 മണിക്ക് വിളക്ക് വെച്ച് പോയത് ശേഷമാണ് ഒരു 8 ആകുമ്പോൾ അടുത്ത വീട്ടിലത്തെ ഒരു ചേച്ചി വന്നിട്ട് വിവരം പറയുന്നത് ഇങ്ങനെ കത്തി പിടിച്ചിട്ടുണ്ടെന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ റോഡിൻ്റെ അപ്പുറത്തുനിന്ന് ഓടി വരികയായിരുന്നു. വണ്ടി വീട്ടിൽ ഓടി വന്നതിന് ശേഷമാണ് ഇവിടെ ഒന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് കത്തി നശിച്ചു. പിന്നെ വാളും വിളക്കും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് സാധനങ്ങൾ കാശടക്കം ഒക്കെ നശിച്ച് പോയിട്ടു. CCTV ന്യൂസ്, പുന്നേർകുളം. പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ ഹോട്ടലിന് തീപിടിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. KMM ഹോസ്പിറ്റലിന് സമീപം പ്രവർത്തിക്കുന്ന മിലോട്ട കഫേയിലാണ് ഞായറാഴ്ച പുലർച്ചെ 2:30 തീപിടുത്തമുണ്ടായത്. പുത്തൻപള്ളി സ്വദേശി അബ്ദുൾ സലീമിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് മിലോട്ട കഫേ. ഷോപ്പിന് പുറത്ത് ഐസ്ക്രീം വെച്ചിരുന്ന ഫ്രീസറിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് അഗ്നിബാധയ്ക്ക് കാരണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഷോപ്പ് അടയ്ക്കുമ്പോൾ ഫ്രീസറിൽ സാധനങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഇത് ഓഫ് ചെയ്യാറില്ല. പുലർച്ചെ ഇതുവഴി വന്ന യാത്രക്കാരാണ് തീ കത്തുന്നത് ആശുപത്രി അധികൃതരെ അറിയിച്ചത്. ഉടൻ ആശുപത്രി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അകത്ത് ഗ്യാസ് അടുപ്പും കുറ്റിയും ഉണ്ടായിരുന്നുവെങ്കിലും അതിനു മുകളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. മുൻ MP രമ്യ ഹരിദാസ് 2019-20 വാർഷിക പദ്ധതിയിൽ അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് എരുമപ്പെട്ടി പഞ്ചായത്തിലെ 2ാം വാർഡിൽ നിർമ്മിച്ച ഉമിക്കുന്ന് കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ നിർവഹിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ സുധീഷ് പറമ്പിൽ, ബ്ലോക്ക് മെമ്പർമാരായ ഡോക്ടർ VC ബിനോജ്, MM സലീം, പഞ്ചായത്ത് മെമ്പർമാരായ MK ജോസ്, NP അജയൻ, സ്വപ്ന പ്രദീപ്, കുടിവെള്ള കമ്മിറ്റി പ്രസിഡന്റ് MK മണികണ്ഠൻ, സെക്രട്ടറി J രശ്മി എന്നിവർ സംസാരിച്ചു. ടാങ്ക് നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ വടക്കേക്കര ലീലയെ ചടങ്ങിൽ ആദരിച്ചു. ചൂണ്ടൽ സാൻതോം ഇടവക ദേവാലയത്തിന്റെ കൂദാശകർമ്മം പ്രാർത്ഥനാ നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. കൂദാശയ്ക്കും പ്രതിഷ്ഠാകർമ്മത്തിനും അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 2:30 ചൂണ്ടൽ പോസ്റ്റ് ഓഫീസ് റോഡിന് സമീപത്ത് നിന്ന നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ ഇടവകയിലേക്ക് ആനയിച്ചു. ചൂണ്ടൽ ആശുപത്രി പരിസരത്ത് ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി ബൊക്കെ നൽകി ബിഷപ്പിനെ വരവേറ്റു. കൈക്കാരന്മാരും ജനറൽ കൺവീനറും ഹാരാർപ്പണം നടത്തി. തുടർന്ന് ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിലെ ബാൻഡ് സംഘത്തിന്റെ അകമ്പടിയോടെ ഇടവക ജനത മാർ താഴത്തിനെ ദേവാലയത്തിലേക്ക് ആനയിച്ചു. ദേവാലയമുറ്റത്ത് ഇടവകാംഗങ്ങളായ യുവതികളുടെയും പെൺകുട്ടികളുടെയും നേതൃത്വത്തിൽ ഫ്ളാഷ് മോബ് ഒരുക്കിയിരുന്നു. ദേവാലയ പടിക്കെട്ടിൽ പിഞ്ചുകുട്ടികൾ പനിനീർപ്പൂക്കൾ നൽകി പിതാവിനെ സ്വീകരിച്ചു. തുടർന്ന് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ വാനിലേക്ക് പറത്തിവിട്ട ശേഷം പ്രധാന കവാടത്തിൽ നാട മുറിച്ചതിനെ തുടർന്ന് ദേവാലയ വാതിൽ ഇടവക ജനതയ്ക്കായി തുറന്നുകൊടുത്തു. തുടർന്ന് ദേവാലയത്തിൽ നടന്ന കൂദാശ കർമ്മത്തിന് മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മറ്റം ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ, ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി എന്നിവർ സഹകാർമ്മികരായി. ഇടവക അംഗങ്ങളായ വൈദികരും അതിരൂപതയിലെ മറ്റ് വൈദികരും സന്യസ്തരും ചടങ്ങിൽ സംബന്ധിച്ചു. തിരുകർമ്മങ്ങളെ തുടർന്ന് സ്നേഹവിരുന്നോടെ കൂദാശ കർമ്മങ്ങൾക്ക് സമാപനമായി. തുടർന്നുള്ള ഒരാഴ്ചക്കാലം ദേവാലയത്തിൽ വിവിധ പരിപാടികൾ നടക്കും. 1937 സ്ഥാപിതമായ ചൂണ്ടൽ സാൻതോം ഇടവകയിൽ പരിമിതികളുണ്ടായിരുന്ന പഴയ ദേവാലയം പൊളിച്ചുമാറ്റി 18 മാസം കൊണ്ടാണ് നവദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇടവകയിലെ 190 കുടുംബങ്ങളുടെയും മറ്റിടവകകളിലെ വിശ്വാസികളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് മനോഹരമായ ദേവാലയം പണിതുയർത്തിയത്. കൈക്കാരന്മാരായ CF ജോസ്, CJ ജോൺസൺ, ജനറൽ കൺവീനർ ഫിലിപ്പ് മാറോക്കി, ഫിനാൻസ് കൺവീനർ സെബാസ്റ്റ്യൻ ചൂണ്ടൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാടിന് ഒരു കൈത്താങ്ങായി സ്വരൂപിച്ച 26,300 രൂപ പ്രിൻസിപ്പാൾ സിൻഡ, പ്രധാനാധ്യാപിക ബീന എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വാർഡ് മെമ്പർ MK ജോസ്, മുൻ PTA പ്രസിഡന്റ് ഹേമ ശശികുമാർ, സ്റ്റാഫ് സെക്രട്ടറി KH റെജീന, സ്മിത തുടങ്ങിയവർ പങ്കെടുത്തു.
മർത്തങ്കോട് മേരിമാതാ പള്ളിയിൽ പരിശുദ്ധ മേരിമാതാവിന്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് കത്തോലിക്ക കോൺഗ്രസ് മർത്തങ്കോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മേരി നാമധാരികളെ യൂണിറ്റ് ഡയറക്ടറും വികാരിയുമായ ഫാദർ നവീൻ മുരിങ്ങാത്തേരി ആദരിച്ചു. അതിരൂപത വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജോൺസൺ ആളൂർ, യൂണിറ്റ് പ്രസിഡന്റ് റോയ് അക്കര, കൈക്കാരൻ തോമസ് CK, ഫൊറോന വൈസ് പ്രസിഡന്റ് ജാർലി റോബർട്ട്, യൂണിറ്റ് ഭാരവാഹികളായ ബേബി മേക്കാട്ടുകുളം, ജോസ് മണ്ടുമ്പാൽ, ജോൺസൺ TF, ജിജോ ചാഴൂർ, റിഞ്ചി മണ്ടുമ്പാൽ, ജെയിംസ് വടക്കൻ, വിക്ടോറിയ മെജോ എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ധനൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റെനീഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ ചന്ദ്രൻ, PK അസീസ്, AA കൃഷ്ണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്, വായനശാല പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ, സെക്രട്ടറി VK ദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആയുർവേദ ഡോക്ടർമാരായ മനീഷ, ദിവ്യശ്രീ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. സൗജന്യ മരുന്ന് വിതരണവും നടന്നു. ഇനി ഓണവിശേഷം. ചോദ്യനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ തീർത്ത ആനന്ദ നൃത്തമാടുന്ന കണ്ണന്റെ പൂക്കളം ശ്രദ്ധേയമായി. കിഴക്കേ നടയിലെ അമ്പാടി കൂട്ടായ്മയുടെ വക വഴിപാടായാണ് പൂക്കളം ഒരുക്കിയത്. ക്ഷേത്രത്തിലെ വിവാഹത്തിരക്ക് കണക്കിലെടുത്ത് സാധാരണ പൂക്കളമിടുന്ന ഭാഗത്തു നിന്നും കിഴക്കേ ക്ഷേത്ര ഗോപുരത്തിന് തൊട്ടുമുന്നിലായിട്ടായിരുന്നു പൂക്കളം ഒരുക്കിയത്. കുരുത്തോല കലാകാരനായ പുത്തൻചിറ സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 7 കലാകാരന്മാരാണ് കണ്ണന്റെ വർണ്ണചിത്ര പൂക്കളം ഒരുക്കിയത്. അമ്പാടി കൂട്ടായ്മ ഭാരവാഹികളായ KP ഉദയൻ, ഹരിഹരൻ കൊളാടി, സുരേഷ് നായർ പാലിയത്ത്, PM കണ്ണൻ, മെൽവിൻ കൊമ്പൻ, K വിജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലുള്ളവർക്കുമാണ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുക. തേയില, ചെറുപയർ, സേമിയ പായസം മിക്സ്, നെയ്യ്, കശുവണ്ടി പരിപ്പ്, വെളിച്ചെണ്ണ, സാമ്പാർ പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ് എന്നീ 13 ഇനങ്ങളടങ്ങിയ കിറ്റുകളാണ് ഈ വർഷം വിതരണം ചെയ്യുക. മഞ്ഞ കാർഡുടമകൾക്ക് പുറമെ വയനാട് ദുരന്തബാധിത പ്രദേശങ്ങളിലെ 2 റേഷൻ കടകളിലുള്ളവർക്കും കിറ്റ് സൗജന്യമായി നൽകും. സപ്ലൈകോ ഗോഡൌണുകളിൽ നിന്നും സാധനങ്ങൾ നിറച്ച കിറ്റുകൾ വിതരണത്തിനായി റേഷൻ കടകളിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വെള്ള, നീല റേഷൻ കാർഡ് ഉടമകൾക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ അരി ഓണത്തിന് വിതരണം ചെയ്യുന്നതിനും ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. 5,87,691 AAY കാർഡുകൾക്കുൾപ്പെടെ സംസ്ഥാനത്താകെ 6,07,691 കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. 5 ദിവസം കൊണ്ട് കിറ്റ് വിതരണം പൂർത്തിയാക്കും. CCTV ന്യൂസ്, കേച്ചേരി. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ കടപ്പുറം അഴിമുഖത്തിന് കൂടുതൽ മനോഹാരിത സമ്മാനിച്ചും കാഴ്ചക്കാർക്ക് കണ്ണിനേറെ ആനന്ദം പകർന്നും വിരിഞ്ഞത് ചെണ്ടുമല്ലിപ്പൂക്കളുടെ പൂന്തോട്ടം. പൂവിളികളുമായി പൊന്നോണം പടിവാതിൽക്കൽ വന്നെത്തിയ സമൃദ്ധിയുടെ സന്തോഷകാലത്ത് ഈ ദിനങ്ങളെ കൂടുതൽ ആഘോഷപൂർണ്ണമാക്കി ചെണ്ടുമല്ലി പൂകൃഷിയുടെ വിളവെടുപ്പിന് തുടക്കം കുറിച്ചു. കടപ്പുറം അഴിമുഖം ഹരിത JLG അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ചെണ്ടുമല്ലി പൂകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കടപ്പുറം മുനയ്ക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ പ്രേംല SL നിർവഹിച്ചു. കടപ്പുറം കൃഷിഭവനിൽ നിന്ന് കഴിഞ്ഞ ജൂൺ മാസത്തിൽ വാങ്ങിയ 250 ചെണ്ടുമല്ലിപ്പൂവിന്റെ തൈകൾ നട്ടാണ് ഹരിത JLG അംഗങ്ങൾ അഴിമുഖത്ത് പൂകൃഷി ആരംഭിച്ചതും വിജയകരമായി വിളവെടുപ്പ് നടത്തിയതും. അഴിമുഖത്ത് നടന്ന വിളവെടുപ്പ് ചടങ്ങിൽ കടപ്പുറം മുൻ CDS മെമ്പർ സതി വാസവൻ അധ്യക്ഷത വഹിച്ചു. വിളവെടുത്ത പൂവുകളുടെ ആദ്യ വിൽപ്പന കടപ്പുറം പഞ്ചായത്ത് മുൻ മെമ്പർ PA അഷ്കർ അലി ഉഷ പ്രേമന് നൽകി നിർവഹിച്ചു. അഴിമുഖം കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ലോഫിരാജ മുഖ്യാതിഥിയായി. ചടങ്ങിൽ JLG അംഗങ്ങളായ വസന്ത ഉദയൻ, ലീലാതർ, പ്രസീത ഹരിദാസ്, ശാരദ പടമാട്ടുമൽ, സ്വപ്ന അനിൽകുമാർ, കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ വാർഡ് അക്ഷയ്, മധു ഒളാട്ട്, സുരേഷ് കേരാച്ചൻ, മീനാക്ഷി തെക്കേടത്ത്, സുമ ഒളാട്ട് എന്നിവർ സംബന്ധിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. ഗുരുവായൂർ ചൊവ്വലൂർപ്പടി മർച്ചന്റ്സ് അസോസിയേഷൻ ഓണാഘോഷം നടത്തി. ഗുരുവായൂർ പോലീസ് SHO C പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MK ആന്റണി അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളുടെ മക്കളിൽ മികച്ച വിജയം നേടിയവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. നഗരസഭാ കൗൺസിലർ വൈഷ്ണവ് പ്രദീപ്, KD വിൻസെന്റ്, VA ജാഫർ, PM അൻവർ, KS മോഹനൻ, ജെയിംസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു.
സബ്സിഡി നിരക്കിൽ പലചരക്ക് സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകി ഓണവിപണിയുമായി കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്. 20ഓളം ഉൽപ്പന്നങ്ങൾ അടങ്ങിയ കിറ്റിന്റെ വിതരണ ഉദ്ഘാടനം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുരളീധരൻ, മുഹമ്മദ് ഹനീഫ, പ്രഭാത് മുല്ലപ്പള്ളി, സജിത്ത്, അജിത് കുമാർ, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂളായ സ്പെക്ട്രം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ ചെണ്ടുമല്ലി പൂകൃഷി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E. സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാമിനി, മാറഞ്ചേരി ഡിവിഷൻ മെമ്പർ നൂറുദ്ദീൻ പോഴത്ത്, പരിച്ചകം ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിര, പ്രധാന അധ്യാപിക ആയിഷ, മാറഞ്ചേരി കുടുംബശ്രീ CDS ഫൗസിയ, PTA പ്രസിഡന്റ് താഹിറ, സുബൈദ, അധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. കുടുംബശ്രീയുടെ സഹായത്തോടെയാണ് പൂക്കൃഷി നടത്തിയത്. പൂക്കൾ കുടുംബശ്രീ ഓണച്ചന്തയിൽ വിൽപ്പന നടത്തും. ആദ്യ വിൽപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൗദാമിനി പൂക്കൾ വാങ്ങി വിൽപ്പന നിർവഹിച്ചു. കുട്ടികളുടെ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായാണ് പൂക്കൃഷി നടത്തുന്നത്. മാറഞ്ചേരി കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് ഈ ഓണത്തിന് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുകയാണ്. ഈ മക്കളുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ സഹകരണത്തോടെ കുടുംബശ്രീ ആണ് ഇവർക്ക് ഇതിനാവശ്യമായ ചെടികൾ നൽകിയിട്ടുള്ളത്. രക്ഷിതാക്കളോടുമൊക്കെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നന്ദിയും കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. ഗുരുവായൂർ പേരകം ശ്രീകൃഷ്ണ മഹാദേവ ട്രസ്റ്റ് ഓണാഘോഷവും വാർഷികവും ആഘോഷിച്ചു. രാവിലെ പൂക്കള മത്സരവും പെൻസിൽ ഡ്രോയിങ് മത്സരവും നടത്തി. ഡോക്ടർ VK സതീശൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാബു കളത്തിൽ അധ്യക്ഷത വഹിച്ചു. സുഗതൻ ചാണശ്ശേരി, ഭാസ്കരൻ കളത്തുപുറത്ത് എന്നിവരെ ആദരിച്ചു. ബേബി കരിപ്പോട്ടിൽ, രവി തറയിൽ, KR ചന്ദ്രൻ, ബാലസുബ്രഹ്മണ്യൻ, തെക്കേപുരയ്ക്കൽ, രത്നൻ തറയിൽ, M രാധ, ഗോപികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 500ഓളം പേർക്ക് ഓണസദ്യയും നൽകി. മറ്റു വാർത്തകളിലേക്ക്. തിച്ചൂർ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ദ്രവ്യകലശം സഹസ്ര കലശത്തോടുകൂടി സമാപിച്ചു. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് ദ്രവ്യകലശം നടന്നത്. ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രമേൽശാന്തി പടുതോൾ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നിവർ നേതൃത്വം നൽകി. ദിവസവും രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായി. സെപ്റ്റംബർ 8 ഞായറാഴ്ച മഹാഗണപതി ഹോമം, ഉഷപൂജ, അധിവാസം, വിടർത്തി പൂജ, വലിയ പാണി, ബ്രഹ്മകലശാഭിഷേകം, പരികലശാഭിഷേകം, സഹസ്ര കലശാഭിഷേകം, കുംഭേശ കലശാഭിഷേകം, ഉച്ചപൂജ, ശ്രീഭൂതബലി എന്നിവയും നടന്നു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം പണി പൂർത്തീകരിച്ച റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. 12ാം വാർഡ് നമ്പഴിക്കാട് ഹാപ്പി റോഡിന്റെയും വാർഡ് 14 സെന്റ് സെബാസ്റ്റ്യൻ റോഡിന്റെയും ഉദ്ഘാടനമാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജയൻ പാണ്ഡ്യത്ത്, രമ ബാബു, ശരത് രാമനുണ്ണി, TO ജോയ്, തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ VV രേഷ്മ, മറ്റം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുക, ജനങ്ങളുടെ ഭീതി അകറ്റുക, പരിസ്ഥിതി ലോല മേഖല വിജ്ഞാപനം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്തോലിക്ക കോൺഗ്രസ് ജാഗ്രതാ ദിനമായി ആചരിക്കുന്ന സെപ്റ്റംബർ 8 ഞായറാഴ്ച കത്തോലിക്ക കോൺഗ്രസ് എരുമപ്പെട്ടി യൂണിറ്റ് പ്രമേയം പാസാക്കി. ജാഗ്രതാ യോഗം ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജാൻസി ജോയ് അധ്യക്ഷത വഹിച്ചു. അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ് പ്രമേയം അവതരിപ്പിച്ചു. ഡീക്കൻ സാൽവിൻ കണ്ണനായ്ക്കൽ, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി KM ഫ്രാൻസിസ്, ട്രഷറർ A സെബാസ്റ്റ്യൻ, ജോയിന്റ് സെക്രട്ടറിമാരായ കേണൽ ഡോക്ടർ റെജീന PF, ഡേവിസ് വാഴപ്പള്ളി, കൈക്കാരന്മാരായ KP ഫ്രിൻഡോ, ബിജോയ് പള്ളത്ത്, MP ഫ്രാൻസിസ്, CK ജോർജ് എന്നിവർ സംസാരിച്ചു. യുവാവിനെ നോക്കിയെന്നാരോപിച്ച് പെരുമ്പിലാവിൽ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരന് മർദ്ദനം. പെരുമ്പിലാവ് ബാരി ഹോമാർട്ട് ജീവനക്കാരൻ പെരുമ്പിലാവ് അറക്കൽ സ്വദേശി പറമ്പത്താഴത്തിൽ വീട്ടിൽ 25 വയസ്സുള്ള മൂസിൻ അലിക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയായിരുന്നു സംഭവം. സമീപത്തെ പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞ് കടയിലേക്ക് നടന്നു വരികയായിരുന്ന മൂസിൻ സമീപത്തെ റോഡിൽ നിന്നിരുന്ന യുവാവിനെ നോക്കി എന്നാരോപിച്ചാണ് യുവാവും സുഹൃത്തുക്കളും ഉൾപ്പെടെ 3-അംഗ സംഘം യുവാവ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ കൈക്കുൾപ്പെടെ പരിക്കേറ്റ യുവാവ് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. അക്രമികൾ സ്ഥാപനത്തിലെ സാധന സാമഗ്രികളും നശിപ്പിച്ചതായി സ്ഥാപന ഉടമ പറഞ്ഞു.
മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് ഇടവകയുടെ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് 7-ന് സന്ധ്യാ നമസ്കാരം, ധൂപപ്രാർത്ഥന, പ്രദക്ഷിണം, ലഘുഭക്ഷണം എന്നിവയുണ്ടായി. രാത്രി ദേശക്കാരുടെ വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുമുണ്ടായി. ഞായറാഴ്ച രാവിലെ 8-ന് സിറിൽ മാർ ബസേലിയോസ് മുഖ്യ കാർമ്മികനായി 3-ന്മേൽ കുർബാന അർപ്പിച്ചു. വൈകിട്ട് പ്രദക്ഷിണം, പൊതുസദ്യ എന്നിവയുമുണ്ടായി. പെരുന്നാളിന് വികാരി ഫാദർ വർഗീസ് വാഴപ്പിള്ളി, സെക്രട്ടറി PK സക്കറിയ, ട്രഷറർ PU സത്യൻ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. എളവള്ളി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ നട തുറന്ന ശേഷം പൂജാതി കർമ്മങ്ങളെ തുടർന്നാണ് ഇല്ലനിറ ചടങ്ങുകൾ നടന്നത്. മേൽശാന്തി കിള്ളിമംഗലം മനോജ് നമ്പൂതിരിപ്പാട് കതിർക്കറ്റകൾ തലയിലേന്തി ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. നമസ്കാര മണ്ഡപത്തിൽ സമർപ്പിച്ച കതിർക്കറ്റകൾ പൂജ നടത്തിയ ശേഷം ഭഗവതിക്ക് സമർപ്പിച്ചു. തുടർന്ന് പൂജിച്ച കതിരുകൾ ഭക്തജനങ്ങൾക്കായി വിതരണം ചെയ്തു. ദേവസ്വം ക്ലർക്ക് PS അജിൻ ആദ്യ കതിർക്കറ്റ ഏറ്റുവാങ്ങി. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. ദേവസ്വം ജീവനക്കാരായ PS അജിൻ, C മണികണ്ഠൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിലേക്ക് പെരുമ്പിലാവ് TMVHSലെ മുഹമ്മദ് മിഷാൽ മൻസൂറും തിരുവനന്തപുരം വേദിയാകുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാനാണ് തൃശൂർ ജില്ലാ ടീമിലേക്ക് മുഹമ്മദ് മിഷാൽ മൻസൂർ തെരഞ്ഞെടുക്കപ്പെട്ടത്. അണ്ടർ 14 സബ് ജൂനിയർ വിഭാഗം ജില്ലാ ടീമിലാണ് മിഷാൽ മൻസൂർ ഇടം നേടിയത്. സബ് ജില്ലാ, റവന്യൂ ജില്ലാ മത്സരങ്ങളിൽ നടത്തിയ മികച്ച പ്രകടനമാണ് മിഷാലിന് ജില്ലാ ടീമിലേക്കുള്ള വഴിയൊരുക്കിയത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ 15ാമത്തെ മേലധ്യക്ഷനായിരുന്ന ആലത്തൂർ പനക്കൽ ജോസഫ് മാർ കുർലോസ് മെത്രാപ്പൊലീത്തയുടെ 10ാമത് ഓർമ്മ പെരുന്നാൾ സഭാസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ ആചരിച്ചു. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് തിരുമേനിയുടെ ഖബറിങ്കൽ ധൂപപ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും ശ്ലൈഹിക വാഴ്വും നേർച്ചയും ഉണ്ടായിരുന്നു. സഭയിലെ വൈദികർ ശുശ്രൂഷകളിൽ സന്നിഹിതരായിരുന്നു. തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക കമ്മിറ്റി ഓർമ്മ പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. പുതുശ്ശേരി നാറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ദൈവമാതാവിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു. ശനി, ഞായർ ദിവസങ്ങളിലായി നടന്ന തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുള്ള പുതുശ്ശേരി ഇടവക ദേവാലയത്തിൽ മാതാവിന്റെ ജനന തിരുനാളിന് തുടക്കം കുറിച്ച് ശനിയാഴ്ച രാവിലെ ദിവ്യബലിയും വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിക്കലും നടന്നു. വൈകിട്ട് 7-ന് പുതുശ്ശേരി കപ്പേളയിൽ വേസ്പരയും തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ മാതാവിന്റെ രൂപം ദേവാലയത്തിലേക്ക് എഴുന്നള്ളിക്കലുമുണ്ടായി. കൊടിയേറ്റം കഴിഞ്ഞതിനു ശേഷം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ദിവസവും വൈകിട്ട് 6-ന് തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി ദിവ്യബലിയുണ്ടായിരുന്നു. തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികനായി, ഫാദർ ആന്റണി ചെറമ്പേലിൽ സഹകാർമ്മികനായി. ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ മുത്തുകുടകളും വർണ്ണക്കുടകളുമായി വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ചുകൊണ്ട് വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. പ്രദക്ഷിണത്തെ തുടർന്ന് സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ ഊട്ടുനേർച്ചയുണ്ടായിരുന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി റോജോ എലവത്തിങ്കൽ, കൈക്കാരന്മാരായ വിൻസെന്റ് കാക്കശ്ശേരി, CL ജോൺസൺ, KL ജോർജ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ L-ഷേപ്പ് ബിൽഡിംഗിലെ വ്യാപാര കേന്ദ്രങ്ങൾക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന പൂമരം മുറിച്ചുമാറ്റണമെന്ന ആവശ്യവുമായി വ്യാപാരികൾ സമീപത്തെ താലൂക്ക് ആശുപത്രി കോമ്പൗണ്ടിലെ പൂമരമാണ് L-ഷേപ്പ് ബിൽഡിംഗിലെ കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. ഇതോടെ മരത്തിന്റെ കൊമ്പുകൾ ഏത് സമയവും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുകളിലേക്ക് വീഴുമെന്ന അവസ്ഥയിലും മരത്തിന്റെ ചില്ലകൾ തട്ടി വ്യാപാര സ്ഥാപനങ്ങളുടെ ജനൽ ഉൾപ്പെടെയുള്ളവയുടെ ചില്ലുകൾ തകരുമെന്ന ഭീതിയിലാണ് വ്യാപാരികൾ. സംഭവത്തിൽ നഗരസഭ അധികൃതരും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകി. 3 മാസം പിന്നിട്ടിട്ടും നടപടിയില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ L-ഷേപ്പ് ബിൽഡിംഗിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വ്യാപാരികൾ അറിയിച്ചു. എന്നാൽ മരത്തിന് സമീപത്ത് അപകട ഭീഷണിയെ നിൽക്കുന്ന കെട്ടിടം പൊളിച്ചുമാറ്റാതെ മരം മുറിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് വേലൂർ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ KSU മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. ജോസഫ് KSU മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. അലോഷിയെ ജനറൽ സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിമാരായി അതുൽ കൃഷ്ണ, അഭിഷേക് ഫ്രാൻസിസ്, ആഷിഖ് ഫ്രാൻസിസ്, അഭിൻ ജോഷി എന്നിവരെയും ട്രഷററായി അനന്തനെയും യോഗം തെരഞ്ഞെടുത്തു.
മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിവേക് MG, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് മറഡോണ പീറ്റർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഫ്രൻഡോ അലോഷി, ശരത്, കോൺഗ്രസ് നേതാക്കളായ സിജുട്ടൻ ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ്, പുന്നൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വയോജന മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ അധ്യക്ഷനായ ചടങ്ങിൽ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രീത, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പൂക്കോട് മെഡിക്കൽ ഓഫീസർ അശ്വതി ക്ലാസ് എടുത്തു. യോഗ ട്രെയിനർ ദിവ്യയുടെ നേതൃത്വത്തിൽ യോഗ ക്ലാസും ഉണ്ടായി. തുടർന്ന് നടന്ന മെഡിക്കൽ പരിശോധനാ ക്യാമ്പ് ഡോക്ടർ പ്രീത, ഡോക്ടർ ജ്യോതി, ഡോക്ടർ അശ്വതി എന്നിവർ നയിച്ചു. സ്വപ്ന, ഷാജിദ, സബ്ജി, ഗ്രീഷ്മ, ശ്രീജ, ലൂസി, ഷെമി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരള പോലീസ് കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുകളുടെ സംഘമായി മാറിയെന്നും ക്രിമിനലുകളുടെ നേതാവായ പിണറായി വിജയൻ രാജിവെക്കണമെന്നും KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂറ്റനാട് സെന്ററിൽ നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് TM നഹാസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ്, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് MP സുബ്രഹ്മണ്യൻ, ജില്ലാ ഭാരവാഹികളായ KP ലിജിത് ചന്ദ്രൻ, സനോജ് കണ്ടലായിൽ, DCC സെക്രട്ടറിമാരായ P മാധവദാസ്, K ബാബുനാസർ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബത്താനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ വിഭാഗം വിദ്യാർത്ഥികൾ സ്ട്രോബെറി ഡേ ആഘോഷിച്ചു. പഴവർഗ്ഗങ്ങളെ തിരിച്ചറിയുന്നതിനും അവയുടെ നിറം, ആകൃതി, ഗുണങ്ങൾ എന്നിവ മനസ്സിലാക്കുന്നതിനും ഈ ദിനാഘോഷം സഹായകമാകുമെന്ന് പ്രിൻസിപ്പൽ ഷേബ ജോർജ് പറഞ്ഞു. പ്രകൃതിയോടുള്ള സൗഹൃദം വർദ്ധിപ്പിക്കുന്നതിനും നിറങ്ങളുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നതുമായി പാട്ട്, പ്രസംഗം, ഡാൻസ് എന്നിങ്ങനെ വിവിധ കലാപരിപാടികൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി C, അധ്യാപകരായ സീമ പോൾ, സിജ KR എന്നിവർ സംസാരിച്ചു. വിപണി പ്രമുഖ കാർ ആക്സസറീസ് ഡീലേഴ്സായ സ്കൈവീൽസ് കാർ ആക്സസറീസിന്റെ 15ാം വാർഷികാഘോഷവും ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ലോഞ്ചിംഗ് സെറിമണിയും കുന്നംകുളം ലീവ ടവറിൽ നടന്നു. നല്ലൊരു കൈയുടെ ആവാട്ടോ, നല്ലൊരു കൈയുടെ എവ്രിവൺ. സ്കൈവീൽ സ്റ്റിച്ചിംഗ് സ്റ്റുഡിയോയിൽ നിന്നും പ്രീമിയം ബ്രാൻഡായ സ്കൈലസ് സീറ്റ് കവേഴ്സിന്റെയും സ്കൈലസ് കാർ കെയർ പ്രോഡക്ട്സിന്റെയും ലോഞ്ചിംഗ് മാനേജിംഗ് പാർട്ട്ണർ കുഞ്ഞുമോൻ സ്വിച്ച് ഓൺ ചെയ്ത് നിർവഹിച്ചു. സ്കൈവീൽസ് പ്രിവിലേജ് കസ്റ്റമേഴ്സ് കൂട്ടായ്മയായ സ്കൈവീൽസ് ലോയൽ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. സ്കൈവീൽസ് ഫൗണ്ടർ കൂടിയായ റിയ സ്കൈവീൽസ് തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം ഫോർഡ് ഇന്ത്യ സർവീസ് മാനേജർ സർഫ്രാസ് മുഹമ്മദിന് കൈമാറി നിർവഹിച്ചു. ഇൻട്രൊഡക്ടറി ഓഫറായി ആദ്യത്തെ 100 പേർക്ക് 15% ഡിസ്കൗണ്ട് ഓഫറും ഇവന്റ് കോൺടെസ്റ്റിൽ വിജയിച്ച 2 പേർക്ക് പ്രീമിയം സ്കൈലസ് സീറ്റ് കവറും സമ്മാനിച്ചു. മാനേജിംഗ് പാർട്ട്ണർമാരായ കുഞ്ഞുമോൻ, റസാഖ് EV, ഫവാസ് UK, ഷാനൂബ് KH എന്നിവർ നേതൃത്വം നൽകി. അമൃത ആയുർവേദിക് ഹെൽത്ത് കെയർ വടുതലയും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളം ഏരിയയും ഗവൺമെന്റ് UP സ്കൂൾ വടുതലയും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാർഡ് കൗൺസിലർ ഷെക്കീന മിൽസ, 1ാം വാർഡ് കൗൺസിലർ സുജീഷ് MS, ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപിക രേഖ ടീച്ചർ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ഡോക്ടർ MB സന്തോഷ്, കോട്ടക്കൽ ആയുർവേദ കോളേജ് പ്രൊഫസർ ഡോക്ടർ നീത സുരേന്ദ്രൻ, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ മുൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ സജു KB, വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ഷഹാന ജലീൽ എന്നിവർ പങ്കെടുത്തു. നിരവധി രോഗികളെ പരിശോധിക്കുകയും സൗജന്യമായി മരുന്ന് നൽകുകയും ചെയ്തു.
കാരുകുളം വിവേകാനന്ദ സേവാ സമിതിയുടെയും വൃന്ദാവനം മാതൃസമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ സമാപിച്ചു. കാരുകുളം മഹാശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഗണേശ വിഗ്രഹം പ്രതിഷ്ഠിച്ചായിരുന്നു തുടക്കം കുറിച്ചത്. തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെയും മേൽശാന്തി വിപിൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ കൂട്ടുഗണപതി ഹോമവും വിശേഷാൽ പൂജകളും നടത്തി. തുടർന്ന് വിഗ്രഹം ഇളക്കി ഗ്രാമപ്രദക്ഷിണത്തിനു ശേഷം ചാവക്കാട് ദ്വാരക ഭാഗത്ത് കടലിൽ നിമജ്ജനം നടത്തി. ചർമ്മം തിരുവത്ര കുഞ്ചേരി നാഗഹരിക്കാവ് ക്ഷേത്രത്തിന് കിഴക്കുവശം താമസിക്കുന്ന പരേതനായ മത്രങ്കോട്ട് വേലു മകൾ തങ്ക നിര്യാതയായി 75 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക്. ഗംഗാധരൻ, സുകുമാരൻ, ശകുന്തള, സുജാത, ശാന്ത എന്നിവർ സഹോദരങ്ങളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂരിൽ ചരിത്ര മുഹൂർത്തം. ഞായറാഴ്ച ക്ഷേത്രനടയിൽ നടന്ന വിവാഹങ്ങൾ സർവകാല റെക്കോർഡായി. കുറ്റമറ്റ രീതിയിൽ പ്രൊഫഷണൽ മികവോടെ വിവാഹ സംഘങ്ങൾക്കും ഭക്തജനങ്ങൾക്കും സൗകര്യങ്ങളൊരുക്കി ദേവസ്വവും നഗരസഭയും പോലീസും ചേർന്ന് ഒത്തൊരുമയോടെ നടത്തിയ പ്രവർത്തനങ്ങൾ കയ്യടി നേടി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ 8 വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേലൂർ ഗവൺമെന്റ് രാജസാർ രാമോർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. മുണ്ടൂരിൽ സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിടിച്ച് ബൈക്ക് യാത്രികനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. കേച്ചേരി മണലി രായമരക്കാർ വീട്ടിൽ ഷമീറിന്റെ മകൻ 20 വയസ്സുള്ള മുഹമ്മദ് അഫ്താബാണ് മരിച്ചത്. പെരുമ്പടപ്പ് പുത്തൻപള്ളിയിൽ ഹോട്ടലിന് തീപിടിച്ചു. ലക്ഷങ്ങളുടെ നാശനഷ്ടം. KMM ഹോസ്പിറ്റലിൽ സമീപം പ്രവർത്തിക്കുന്ന മിലോട്ട കഫേയിലാണ് ഞായറാഴ്ച പുലർച്ചെ 2:30 തീപിടുത്തമുണ്ടായത്. പുന്നൂർകുളം കുമാരൻപടി 600 കൊല്ലവളപ്പിൽ കുടുംബക്കാവിൽ തീപിടുത്തം. ക്ഷേത്രത്തിലെ നിരവധി സാധന സാമഗ്രികൾ കത്തിനശിച്ചു. ദേവാലയങ്ങളിൽ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ഭക്തി നിർഭരം. ചാലിശ്ശേരി യാക്കോബായ സുറിയാനി പള്ളിയിലെ 8 നോമ്പ് പെരുന്നാൾ ഭക്തിസാന്ദ്രം. ആത്മീയ ദീപ്തിയുടെ 8 നോമ്പ് റാസയിൽ ആയിരങ്ങൾ പങ്കെടുത്ത് ധന്യരായി. ആചാരപ്പെരുമയിൽ ആർത്താറ്റുപള്ളി പെരുന്നാളാഘോഷം വർണ്ണാഭം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.